ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ചില വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാകുന്നു. രൂത്തിൻ്റെ പുസ്തകം എന്ന് പറയുമ്പം 4 അധ്യായം മാത്രമുള്ളൊരു ചെറിയ പുസ്തകമാണ് രൂത്തിൻ്റെ പുസ്തകം. അതിൽ നിന്ന് എന്നെ ചിന്തിപ്പിച്ച ചില വാക്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. രൂത്തിൻ്റെ പുസ്തകം എന്ന് പറയുമ്പം അതിൻ്റെ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് മോവാബിലെ രൂത്തിനെയാണ്. നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വയലിലെ രൂത്തിനെയാണ്. 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കളത്തിലെ രൂത്തിനെ നമുക്ക് കാണാൻ പറ്റുന്നു. അത് കഴിഞ്ഞ് 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ബോവാസിൻ്റെ വീട്ടിലെ രൂത്തിനെയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പത്തിൻ്റെ ഭവനമായ യഹൂദയിലെ ബെത്ലഹേമിൽ ക്ഷാമം വന്നപ്പോൾ നവോമിയും എലിമേലേക്കും 2 മക്കളും കൂടെ 4 പേരും കൂടെ മോവാബിലേക്ക് കടന്നു പോവുകയാണ്. മോവാബ് എന്ന് പറയുമ്പം അത് തകർക്കപ്പെട്ടതാണ്. അവിടെ അവർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കാരണം അപ്പത്തിൻ്റെ ഭവനത്തിൽ കഷ്ടം വരും, പരാജയം വരും, നഷ്ടം വരും. പക്ഷെ നമ്മൾ ഒരിക്കലും പിന്മാറിപ്പോകരുത്. അങ്ങനെ നമ്മൾ പോയാൽ നമുക്ക് അവിടെയും പരാജയമായിരിക്കും. ഇവിടെയും സംഭവിച്ചത് അത് തന്നെയാണ്. അവരുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും അവരവിടെ അനുഭവിച്ചു. കാരണം കർത്താവിൻ്റെ മുഖം നോക്കി ഇറങ്ങിയവർക്ക് ജീവിതത്തിൽ ശാപം വന്നാലും കഷ്ടം വന്നാലും പിടിച്ചു നിൽപ്പാൻ കർത്താവ് കൃപ തരും. നമ്മൾ ഒരിക്കലും ഒളിച്ചോടേണ്ട ആവശ്യമില്ല. ഇവിടെ ഭർത്താവും 2 മക്കളും നഷ്ടപ്പെട്ടപ്പോൾ നവോമിയും ചിന്തിച്ചു കാണും, ഇതെല്ലാം തനിക്കെതിരെയുള്ള ദൈവശിക്ഷയാണെന്ന്. പക്ഷെ പലപ്പോഴും അത് വലിയ അനുഗ്രഹത്തിനും നന്മയ്ക്കുമുള്ളതായിരിക്കുമെന്ന് അപ്പോൾ ചിന്തിച്ചു കാണില്ല, ഓർത്തു കാണില്ല. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ്. ചില സംഭവങ്ങൾ, ചില പ്രതിസന്ധികൾ, പ്രതിബന്ധങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളും ചിന്തിക്കും, ഇത് കർത്താവ് എനിക്ക് തന്ന ശിക്ഷയാണോ എന്ന്. ഒരിക്കലുമല്ല. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 20 പറയുന്നു, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ഇതുപോലെയാണ് നമ്മളും പലപ്പോഴും ചിന്തിക്കുന്നത്. ദൈവം ഒരിക്കലും നമുക്ക് ദോഷം വരുത്തത്തില്ല. ദൈവം നമുക്ക് നന്മയല്ലാതെ മറ്റൊന്നും ചെയ്തു തരില്ല. വീണ്ടും അതിൻ്റെ 1-ന്റെ 6 വരുമ്പോൾ നവോമി വീണ്ടും തൻ്റെ 2 മരുമക്കളുമായി യഹൂദയിലെ ബെത്ലഹേമിലേക്ക് മടങ്ങിപ്പോവുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് അവർ വീണ്ടും ആ അപ്പത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോവുകയാണ്. അവിടെ വെച്ച് നവോമി തൻ്റെ മരുമക്കളോട് അവരുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ പറയുകയാണ്. പക്ഷേ അമ്മായിയമ്മനെ കെട്ടിപ്പിടിച്ച് ഓർപ്പ അവളുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. രൂത്ത് തൻ്റെ ദേവന്മാരെയും വിഗ്രഹത്തെയും തൻ്റെ ഭവനത്തെയും എല്ലാം വിട്ട് നവോമിയോടെ ദൈവത്തെ മുറുകെ പിടിച്ചു. അതാണ് 1-ന്റെ 16 പറയുന്നു, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ദൈവം അവളെ കണ്ടു. അവൾക്ക് വേണ്ടതെല്ലാം ദൈവം അവിടെ ഒരുക്കുവാൻ തുടങ്ങി. ചിലപ്പോൾ നവോമിയുടെ ദൈവത്തെ രൂത്ത് പണ്ട് മുതലേ ആരാധിച്ചിട്ടുണ്ടാകാം. അതാണ് യഥാർത്ഥ ദൈവം എന്ന് അവൾ അന്നേ ചിന്തിച്ചിട്ടുണ്ടാകും. അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം പരദേശിക്കും അനാഥനും വിധവയ്ക്കും ആഹാരം നൽകുന്നവനാണ്. ദൈവം ദരിദ്രരോട് എപ്പോഴും ദയ കാണിക്കുന്നവനാണ്. സങ്കീർത്തനം 41-ന്റെ 1 പറയുന്നു, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. 2-ന്റെ 2 പറയുന്നു, രൂത്ത് നവോമിയോട് കതിർ പെറുക്കുവാൻ ചോദിക്കുകയാകുന്നു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നതാണത്. രൂത്ത് കണ്ട വെളിപ്പാടനുസരിച്ച് അവൾ ബോവസിന്റെ വയലിലേക്ക് പോവുകയാണ്. അവിടെ അവൾ പെറുക്കുവാനാണ് പോയത്. അവൾ പരദേശിയാണ്, അവൾ വിധവയാണ്, അവൾ ദരിദ്രയാണ്. അവൾ അവിടെ സ്വയം താഴുകയായിരുന്നു. തൻ്റെ അമ്മാവിയമ്മയോടുള്ള സ്നേഹവും കരുതലും നിമിത്തം ഏത് ജോലിയും ചെയ്യാൻ അവൾ തയ്യാറാവുകയാണ്. 2-ന്റെ 3 പറയുന്നു, നവോമിയുടെ പ്രാർത്ഥന അവിടെ ദൈവം കേട്ടു. ബോവസിന്റെ വയലിലേക്ക് അവളെ അയക്കുകയാണ്.
രൂത്തിന് അറിയില്ലായിരുന്നു ഇതാരുടെ വയലാണ്, ഇത് ആരാണ് ഒന്നും അവൾക്ക് അറിയില്ല. രൂത്ത് വയലിലെത്തിയപ്പോൾ ആ വയലിൽ അവിടെ വേലക്കാരുണ്ട്, കൊയ്ത്തുകാരുണ്ട്, ബാല്യക്കാരുണ്ട്, ബോവസുണ്ട്. നല്ല കർത്താവായ ബോവസ് അവളോട് ദയ കാണിച്ചു. കൊയ്ത്തുകാരുടെ പുറകെ നടന്ന് അവൾ പെറുക്കി. വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത് 2-ാം അധ്യായത്തിൻ്റെ 8-ലെത്തുമ്പോൾ ബോവസ് പറയുകയാണ് രൂത്തിനോട്, വേറൊരു വയലിൽ നീ പോകേണ്ട, അവിടുത്തെ ബാല്യക്കാരത്തികളോട് കൂടെ നിൽക്കാനാണ് വയലിൻ്റെ ഉടമയായ നല്ല കർത്താവായ ബോവസ് പറഞ്ഞത്. അവൾ ആ ബാല്യക്കാരത്തികളോട് കൂടെ നിന്ന് അവൾക്കായിട്ട് കറ്റകളെ വലിച്ചിട്ട് കൊടുത്തു. ദൈവത്തിൻ്റെ ആഴമായ സ്നേഹം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയണം. നമ്മൾ ദൈവത്തോട് നമ്മൾ പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ കെട്ടിവെച്ചിരിക്കുന്ന നന്മകൾ കർത്താവ് നമുക്ക് വേണ്ടി വലിച്ചിട്ട് തരും. ഇവിടെ ബോവസ് ദൈവഭക്തിയുള്ളവനും ദൈവത്തെ ബഹുമാനിക്കുന്നവനും ആയിരുന്നു. അതുപോലെ തന്നെ തൻ്റെ ജോലിക്കാരെയും ഒരുപോലെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു. വിശ്വാസികളായ നമ്മളും ദൈവിക കൽപ്പനകൾ പ്രമാണിക്കുന്നവരായിരിക്കണം. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1-ലേക്ക് നമ്മൾ വരുമ്പോൾ നവോമി രൂത്തിന് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം ഒരുക്കുവാൻ ആഗ്രഹിക്കുകയാകുന്നു, ഒരു ഭവനം ഒരുക്കുവാൻ ആഗ്രഹിക്കുകയാകുന്നു. 3:3 പറയുന്നു, നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിലോട്ട് ചെല്ലുക എന്ന് പറഞ്ഞു. ഇതിനകത്ത് വലിയൊരു വാഗ്ദത്തമുണ്ട്. കളത്തിൽ ദൈവവുമായ ഒരു ബന്ധമുണ്ട്. കളന്ന് പറയുമ്പോൾ അത് നന്മകൾ സൂക്ഷിക്കുന്ന ഒരിടമാണ് കളം. അവിടെ കളത്തിലേക്ക് എല്ലാവർക്കും കയറി പോകാൻ കഴിയത്തില്ല, പക്ഷേ കളപ്പുരയിലേക്ക് ആർക്കും കടന്നു പോകാം. ഇവിടെ കുളിക്കുക, തൈലം പൂശുക, വസ്ത്രം ധരിക്കുക എന്നത് വിശുദ്ധിയെയാണ് കാണിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം സ്നാനപ്പെടുക എന്നതാണ്. അതിൻ്റെ 3:9 പറയുന്നു, ഞാൻ നിന്റെ ദാസിയായ രൂത്ത്, നിന്റെ പുതപ്പ് എൻ്റെ അടിയൻ്റെ മേലിടണമേ എന്ന്. നീ എൻ്റെ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് പറയുന്നു. അവൾ മറ്റു നന്മകളൊന്നും ചോദിച്ചില്ല. ആ കളത്തിൽ ഒത്തിരി നന്മകൾ മറ്റു ഉണ്ടായിരുന്നു. പക്ഷെ രൂത്ത് ആവശ്യപ്പെട്ടത് തൻ്റെ മോവാബിലെ വസ്ത്രം മാറ്റിവെച്ചു. ആ പുതപ്പ് മാത്രമാണ് ചോദിച്ചത്. അതിൽ അഭിഷേകത്തിൻ്റെ പുതപ്പായിരുന്നു. ആ പുതപ്പിൽ ദർശനമുണ്ടായിരുന്നു. അത് വെളിപ്പാടിൻ്റെ പുതപ്പായിരുന്നു. അത് കൃപയുടെ പുതപ്പായിരുന്നു. നമുക്കും കർത്താവിനോട് ചോദിക്കാം, ഈ കൃപയുടെ പുതപ്പ്, ഈ അഭിഷേകത്തിൻ്റെ പുതപ്പ്, ഈ വെളിപ്പാടിൻ്റെ പുതപ്പ് കർത്താവെ അത് ഞങ്ങൾക്കും തരണമെന്ന്. കർത്താവ് നമ്മളെ കൊണ്ടുവന്നെങ്കിൽ ചില നന്മകളെല്ലാം നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയും. 3:15 എത്തുമ്പോൾ ബോവസ് രൂത്തിനോട് പറയുകയാണ്, നീ ധരിച്ചിരിക്കുന്ന പുതപ്പ് കൊണ്ടുവന്ന് പിടിക്കുക എന്ന്. അവൾ അത് പിടിച്ചപ്പോൾ 6 ഇടങ്ങഴി അവൾ കളന്നു കൊടുത്തു. എല്ലാവരും ഉണരുന്നതിന് മുൻപ് ആ നിറഞ്ഞ പുതപ്പുമായി രൂത്ത് പോവുകയാണ്. വസ്ത്രം ധരിച്ചു വന്നവൾ പുതപ്പുമായിട്ടാണ് പോയത്. കളത്തിലെ നന്മ കരഞ്ഞു മേടിച്ച കൃപയുടെ പുതപ്പ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ആദ്യം അവള് പെറുക്കി, പിന്നെ വലിച്ചിട്ടത് വാരിയെടുത്തു, പിന്നെ അളന്നു കൊടുത്തു. അതുമായിട്ടാണ് രൂത്ത് കടന്നു പോകുന്നത്. കളപ്പുരയിലേക്ക് ആർക്കും പോകാൻ പറ്റും. കാരണം വയലിൽ നിന്നും മെതിച്ച് നെൽമണികളും ഗോതമ്പും ഒലിവെണ്ണ യവം എല്ലാം കൂട്ടിവെക്കുന്ന ഒരു സ്ഥലമാണ് കളപ്പുര. മത്തായി 3:12 പറയുന്നു, വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. കാരണം കളം ശുദ്ധിയുള്ളതാണ്. വീണ്ടും അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ രൂത്ത് ബോവസിൻ്റെ വീട്ടിലാണ്. ഇസ്രയേൽ ഗൃഹം പണിയുവാൻ വന്നവൾ, അളന്നു മേടിച്ചത് അനേകർക്ക് അളന്നു കൊടുക്കുവാൻ വേണ്ടി വന്നവൾ. യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ പേര് വരുവാനുള്ള ദൈവകൃപയും രൂത്തിന് ലഭിച്ചു. കർത്താവായ യേശു ക്രിസ്തു ഇതുപോലെ നമ്മളെ ഓരോരുത്തരെയും തൻ്റെ രക്തം കൊണ്ട് വിലക്ക് വാങ്ങിയതോർത്ത് നമുക്ക് ഒന്നുകൂടെ ദൈവത്തോട് പറ്റി ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഈ വചനത്താൽ ദൈവം അനുഗ്രഹിക്കട്ടെ.